ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ടൊരിക്കലും വിഗ് പോലെ ആവില്ല. എപ്പോഴും ഹെയർ ലൈൻ ഡിസൈൻ ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് വിഗ് പോലെയുള്ള അപ്പിയറൻസ് വരുന്നത്. യൂഷ്വലി ഹെയർ ട്രാൻസ്പ്ലാന്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫ്രണ്ട് പോർഷൻ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹെയർ ലൈൻ ഡിസൈനിങ് ആണ്. രണ്ട് കാര്യങ്ങളാണ് മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ കാര്യം പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, എന്റെ ഹെയർ ലൈൻ ശരിയായില്ല, സ്ട്രെയിറ്റ് ലൈൻ ആയിപ്പോയി, വിഗ് വെച്ച പോലെ ആയിപ്പോയി എന്നുള്ളതൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം ഹെയർ ലൈനിൽ സാധാരണഗതിയിൽ പേഷ്യന്റിന്റെ ഇൻവോൾവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞു കൊടുക്കും എത്രമാത്രം ഒരാളുടെ ഏജിനനുസരിച്ച് ഹെയർ ലൈൻ ഇറങ്ങാം, എത്ര കയറാം എന്നുള്ളത് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യും. എപ്പോഴും ആളുകൾക്ക് പേഴ്സണലി ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും, എന്റെ ഹെയർ ലൈൻ ഇങ്ങനെ ഇരിക്കണം, ഈ രീതിയിൽ വരണം എന്ന് പറയും. പിന്നെ രണ്ടാമതായി അത് സർജനെ കൺവേ ചെയ്ത് കഴിഞ്ഞ ശേഷം കുറച്ച് റാൻഡം ആയിട്ടെങ്കിലും സിംഗിൾ ഗ്രാഫ്റ്റ് പുറത്തു കൂടി വെക്കാനായിട്ട് ചെയ്യുന്ന സർജൻ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഹെയർ ട്രാൻസ്പ്ലാന്റുകളും നാച്ചുറൽ ആയിട്ട് തന്നെ ഇരിക്കും. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓരോ ഫേസിന്റെ അനുസരിച്ച് ഹെയർ ലൈൻസ് മാറാം. പിന്നെ ഒരു പേഴ്സണൽ കോൺസെപ്റ്റ് ഉണ്ട്, അതിനനുസരിച്ച് ഹെയർ ലൈൻസ് മാറാം. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ഹെയർ ലൈന് ഓക്കെ ആകും എന്നതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. വൺസ് ഹെയർ ലൈൻ ഈസ് ഡൺ റൈറ്റ്, almost 60% of the hair transplant is done right.